ജൂൺ 4 ഉച്ചയോടെ ജീൻ സിംഗ് എന്ന 63-കാരന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. തന്റെ ഭാര്യയാകുമോ എന്ന പ്രതീക്ഷയിൽ അയാൾ കോൾ എടുത്തു. 2-3 ആഴ്ചയായി ഭാര്യയുടെ കോളുകളോ യാതൊരു വിവരമോ ഇല്ല. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ പ്രതീക്ഷയ്ക്കുള്ള വക അയാൾക്ക് ഇരട്ടിയായിരുന്നു. മറുവറ്റത്ത് പക്ഷേ ഒരു പുരുഷ ശബ്ദമാണ് കേട്ടത്. ഞാൻ അഡ്വക്കേറ്റ് GM റാവു. അയാൾ സ്വയം പരിചയപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. ശേഷം പറഞ്ഞ കാര്യം കേട്ട് ആ 63-കാരൻ നിശബ്ദനായിരുന്നു പോയി. തങ്ങളുടെ ഭാര്യ ശ്രദ്ധ മരണപ്പെട്ടു. ആത്മഹത്യയായിരുന്നു. ആ നിശബ്ദത അവസാനിക്കുന്നത് ജീൻ സിംഗിന്റെ ഫോണിൽ മെസ്സേജുകൾ തുടരെ എത്തിയപ്പോഴായിരുന്നു. ഒരു ശവപ്പെട്ടിയുടെ ചിത്രം, അതിനു ചുറ്റും ആളുകൾ നിന്ന് പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ ചിത്രം. മരണം അയാളും ഉറപ്പിച്ചു. മനസ്സാണോ ശരീരമാണോ തളരുന്നതെന്ന് അയാൾക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കോൾ വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. ആരോട് പറയണം? താനിനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു രാവ് വെളുപ്പിച്ച ജീനിന് അതിരാവിലെ മറ്റൊരു കോൾ വന്നു. അയാൾ ഫോൺ എടുത്തു. പ്രായമായൊരു സ്ത്രീ ശബ്ദമായിരുന്നു മറുതലയ്ക്കൽ. ശ്രദ്ധയുടെ അമ്മായിയാണ്. പേര് സോഫി. തലേന്ന് കേട്ട ആ കാര്യം അയാളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും പോലെ ആ സ്ത്രീയും അത് പറഞ്ഞു. ശ്രദ്ധ മരണപ്പെട്ടു. ആത്മഹത്യയായിരുന്നു. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ കോളും കട്ടായി. പിന്നാലെ അതേ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്. ഒരു സെമിത്തേരിയുടെ ചിത്രം, അടച്ചു വെച്ചിരിക്കുന്ന ശവപ്പെട്ടി, ചുറ്റും ബന്ധുക്കൾ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളെ അവസാനമായി പോലും ഒരു നോക്ക് കാണാൻ കഴിയാത്തതിന്റെ വേദനയിലായിരുന്നു ആ മനുഷ്യനപ്പോൾ. ദിവസങ്ങൾ കടന്നുപോയി. ജീൻ സിംഗിന്റെ ഫോണിലേക്ക് ശ്രദ്ധയുടെ മരണവിവരം അറിയിച്ച 2 പേരുടെയും കോളുകൾ മാറി വരാൻ തുടങ്ങി. ശ്രദ്ധയുടെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടി. നിങ്ങൾ കാരണമാണ് അവൾ മരിച്ചത്. തെളിവിനെന്ന പോലെ ആത്മഹത്യാക്കുറിപ്പിന്റെ പകർപ്പും അയാൾക്കവർ അയച്ചു നൽകി. ഓഫർ എന്ന പോലെ മറ്റൊരു കാര്യവും അവർ പറഞ്ഞു. ഇത് വേറെ ആരും അറിയില്ല, പോലീസിലും അറിയിക്കില്ല. 10 കോടി നൽകിയാൽ മതി. എന്നാൽ അതുകൊണ്ടും കഴിഞ്ഞില്ല. ഭീഷണി പിന്നെയും തുടർന്നു. കാര്യങ്ങളും മനസ്സും കയ്യിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ജീൻ സിംഗ് തന്റെ സുഹൃത്തുക്കളോട് കാര്യം പറഞ്ഞു. വിവാഹമോചിതർക്കായുള്ള മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയാണ് തമിഴ്നാട് വൈദ്യുതി ബോർഡിൽ നിന്ന് ജൂനിയർ എഞ്ചിനീയറായി വിരമിച്ച ചെന്നൈ സ്വദേശിയായ 63-കാരൻ ജീൻ സിംഗും ഗ്വാളിയാർ സ്വദേശിയായ 44-കാരി ശ്രദ്ധയും പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടപ്പോൾ തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ ഭയമുണ്ടായിരുന്ന ജീൻ സിംഗിന് ശ്രദ്ധ ആദ്യം തന്നെ തന്റെ ആധാർ കാർഡാണ് അയച്ചു നൽകിയത്. അതിൽ സിംഗ് അവളെ അങ്ങ് വിശ്വസിച്ചു. ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. മെസ്സേജുകൾ ഫോൺ വിളികളായി. കോളുകൾ രാവും പകലുകളും എന്ന വ്യത്യാസമില്ലാതെ ദീർഘിച്ചു. വിദേശത്തുള്ള മകൻ മാത്രമാണ് തനിക്ക് ആകെയുള്ളത്. ഒറ്റപ്പെടൽ അയാളെ വരിഞ്ഞു മുറുക്കിയപ്പോൾ കൂട്ടുകാരാണ് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അയാളെ ഓർമ്മിപ്പിച്ചത്. അവരുടെ പ്രോത്സാഹനത്തിന്റെ ബലത്തിൽ തന്നെയാണ് 2022-ൽ ഇരുവരും വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും. എന്നാൽ ആ വിവാഹം ആരെയും അറിയിച്ചിരുന്നില്ല. അത് ശ്രദ്ധയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. തന്റെ വീട്ടിലറിഞ്ഞ് ഒരു പ്രശ്നമാകേണ്ട എന്നായിരുന്നു കാരണമായി അവൾ പറഞ്ഞത്. അങ്ങനെ 2022 ജൂൺ 14-ന് ജീൻ ബാങ്കിൽ പോയി തന്റെ കുടുംബവകയുള്ള ആഭരണങ്ങളൊക്കെയും എടുത്തു വന്നു. വിവാഹ വസ്ത്രങ്ങളും വാങ്ങി. അന്ന് വൈകിട്ട് തന്നെ ചെന്നൈയിലെ ബസന്ത് നഗർ പള്ളിയിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. ശ്രദ്ധയും ജീനും ഒരു വൈദികനും മാത്രം അറിഞ്ഞ ഒരു ചെറിയ വിവാഹം. വിവാഹശേഷം ഫ്ളാറ്റിലെത്തിയ ഇരുവരും അധികമൊന്നും സംസാരിച്ചില്ല. ശ്രദ്ധ ഫോണിലായിരുന്നു. സമയം മുന്നോട്ട് നീങ്ങി. കുളി കഴിഞ്ഞെത്തിയ ശ്രദ്ധയുടെ ശരീരത്തിൽ ആഭരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള ഭാവമാറ്റം എന്തെന്ന് സിംഗിന് മനസ്സിലായില്ല. വീട്ടുകാർക്ക് എന്തോ സംശയമുണ്ടെന്നും ഉടൻ തന്നെ അമ്മാവന്റെ വീട്ടിലെത്തണമെന്ന് പറഞ്ഞ് വിളിച്ചെന്നും ശ്രദ്ധ പറഞ്ഞു. ഒരു തെറ്റിദ്ധാരണയ്ക്കിട നൽകാതെ പോകും മുമ്പ് ജീൻ സിംഗിന്റെ കഴുത്തിലൂടെ കൈയിട്ട് ഒരു സ്നേഹപ്രകടനവും നടത്തിയിട്ടാണ് അവൾ ഇറങ്ങിയത്. എല്ലാം ഒന്ന് ആലോചിച്ചെടുക്കും മുമ്പേ ശ്രദ്ധ അവിടെ നിന്നിറങ്ങി. എല്ലാ ദിവസവും വിളിക്കും. മരുന്നും ഭക്ഷണവും കഴിച്ചോ എന്ന് തിരക്കും. ദിവസങ്ങൾ കഴിഞ്ഞു. വീട് ജപ്തിയിലാണെന്ന് പറഞ്ഞ് കുറച്ച് പണം ആവശ്യപ്പെട്ടു. അയാൾ സ്നേഹത്തോടെ അത് നൽകുകയും ചെയ്തു. കണ്ണീരും കൈയുമായി പല ആവശ്യങ്ങൾ പറഞ്ഞ് പല തവണയായി പണം വാങ്ങി. സന്തോഷത്തോടെ തന്നെ താൻ അത് അവൾക്ക് നൽകിയെന്നും ജീൻ സുഹൃത്തുക്കളോട് പറഞ്ഞു. ശ്രദ്ധയ്ക്ക് കേരളത്തിൽ നിരവധി സുഹൃത്തുക്കളുണ്ട്. ഇവരെ കാണാൻ ഇടയ്ക്കിടെ കേരളത്തിൽ പോകും.
തൃശൂർ സ്വദേശിയായ ജോസഫ് സ്റ്റീവൻ എന്ന കുടുംബ സുഹൃത്തിനൊപ്പമാണ് അപ്പോഴൊക്കെ താമസിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ ജനുവരിയിലും ശ്രദ്ധ കേരളത്തിലേക്ക് പോയി. ഏപ്രിൽ കൊച്ചിയിലെ മാളിൽ വെച്ചാണ് പിന്നീട് ജീൻ ശ്രദ്ധയെ കാണുന്നത്. മെയ് പകുതി വരെ വാട്സാപ്പിലൂടെ സംസാരിക്കുമായിരുന്നു. പിന്നീട് പെട്ടെന്നങ്ങ് ശ്രദ്ധയെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് മരണവിവരം തന്നെ റാവു അറിയിക്കുന്നത്. സിംഗ് തന്റെ സുഹൃത്തുക്കളോട് കാര്യങ്ങൾ വിവരിച്ചു. അവർ തന്നോട് പറയുന്നത് ശ്രദ്ധ തന്റെ 2.5 കോടി രൂപയുടെ വീട് വിൽക്കാൻ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റിനായി 50 ലക്ഷം രൂപയും അതിന് പിന്നാലെയും പണം ആവശ്യപ്പെടുകയാണ്. സോഫിയ എന്നൊരു സ്ത്രീ 10 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. ഇതോടെ കാണാതായ ഭാര്യയുടെ ബന്ധുക്കളെ കണ്ടെത്താനായി താൻ ഗ്വാളിയാറിലെത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചതുമില്ല. കേരളത്തിലെത്തി പോലീസിൽ പരാതി നൽകിയിട്ടും ഒന്നും നടന്നില്ല. പ്രശ്നം ഗുരുതരമാണെന്ന് വ്യക്തമാക്കിയ സുഹൃത്തുക്കൾ നിയമവശങ്ങൾ തേടാൻ ജീൻ സിംഗിനോട് പറഞ്ഞു. തുടർന്ന് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ച് ഭാര്യ ശ്രദ്ധയെ കാണാനില്ലെന്ന് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. അവൾ അന്ന് പോയത് ഇടയ്ക്ക് തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള കുടുംബ സുഹൃത്തിനൊപ്പമായിരുന്നു. ഇതിനു പിന്നാലെ അന്വേഷണവും ആരംഭിച്ചു. അന്വേഷണം ചെന്നെത്തിയത് ലെനിൻ തമ്പിയിലായിരുന്നു. ലെനിൻ, ശ്രദ്ധ ലെനിൻ. പേരിനറ്റത്തുള്ള ലെനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ അന്ന് പറഞ്ഞത് എക്സ് ഹസ്ബൻഡ് എന്നായിരുന്നു. ഡിവോഴ്സ് ആയെങ്കിലും അത് തിരുത്തിയില്ല എന്നായിരുന്നു ശ്രദ്ധയുടെ മറുപടി. എന്നാൽ ജോസഫ് സ്റ്റീവനും അഡ്വക്കേറ്റ് GM റാവുമെല്ലാം തൃശൂർ സ്വദേശിയായ ലെനിൻ തമ്പി എന്ന ആൾ തന്നെയായിരുന്നു. വിവാഹ സമയത്ത് ശ്രദ്ധ ഹാജരാക്കിയ ആധാർ കാർഡിൽ പറയുന്നത് അവർ ലെനിൻ തമ്പിയുടെ ഭാര്യ എന്നാണ്. എന്നാൽ വിലാസം ഗ്വാളിയാറിലേതാണ്. സമയം ഒട്ടും വൈകാതെ ലെനിൻ തമ്പിയെ പോലീസ് പൊക്കി. ഇതോടെ ശ്രദ്ധയെക്കുറിച്ചുള്ള വിവരങ്ങൾ മണിമണിയായി പോലീസിന് ലഭിച്ചു. കൊച്ചി പനമ്പള്ളി നഗറിൽ ഫാഷൻ സ്റ്റോർ നടത്തുന്നയാളാണ് ശ്രദ്ധ. വൈറ്റിലയിൽ ഒരു ഫ്ളാറ്റുമുണ്ട്. ലെനിനിൽ നിന്ന് കാര്യങ്ങളൊക്കെയും പോലീസ് മനസ്സിലാക്കി. പണം തട്ടുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ഭാര്യയും ഭർത്താവും നാളുകളെടുത്ത് മെനഞ്ഞു തീർത്ത കഥയിലെ വെറുമൊരു ഇരയായിരുന്നു ജീൻ സിംഗ്. മാത്രമല്ല, ശ്രദ്ധ മരിച്ചിട്ടുമില്ല. വൈകാതെ പോലീസ് ശ്രദ്ധയെയും കസ്റ്റഡിയിലെടുത്തു. തട്ടിയെടുത്ത പണത്തിലാണ് ഫ്ളാറ്റും ഫാഷൻ സ്റ്റോറും ഒക്കെ കെട്ടിപ്പൊക്കിയത്. പരാതി നൽകിയ ജീനിനെ താൻ വിവാഹം കഴിച്ചിട്ടില്ല, സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി യാതൊരു ബന്ധത്തിനും താല്പര്യമില്ല. ജീൻ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നത് ഒഴിവാക്കാനായി താൻ മരിച്ചുപോയതായി ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നുവെന്നാണ് കോടതിയിലെത്തിയ ശ്രദ്ധ പറഞ്ഞത്. ഇതോടെയാണ് താൻ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്ന വിവരം ജീൻ തിരിച്ചറിയുന്നത്. പലപ്പോഴായി 2.39 കോടി രൂപ ശ്രദ്ധ തട്ടിയെടുത്തതായി ഇയാൾ കോടതിയിൽ പറഞ്ഞു. എന്നാൽ പണം ഹർജിക്കാരൻ തനിക്ക് സ്വമനസാലെ തന്നുവെന്നതായിരുന്നു ശ്രദ്ധയുടെ വാദം. ഭാര്യയെ അപായപ്പെടുത്തി ചിലർ പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ജീൻ നൽകിയ ഹർജിയിലെ വാദം. എന്നാൽ താൻ ഹർജിക്കാരനെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് കണ്ടുകിട്ടിയ ഭാര്യ ശ്രദ്ധ ലെനിൻ കോടതിയെ അറിയിച്ചത്. കാണാതായയാളെ കണ്ടുകിട്ടിയതോടെ ഹേബിയസ് കോർപ്പസ് ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. എന്നാൽ തന്റെ 2.5 കോടിയോളം രൂപ ശ്രദ്ധ തട്ടിയെടുത്തിട്ടുണ്ടെന്നും അത് തിരിച്ചു കിട്ടണമെന്നും ജീൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ തുക തനിക്ക് ഹർജിക്കാരൻ സ്വമേധയാ നൽകിയതായിരുന്നുവെന്ന ശ്രദ്ധയുടെ വാദത്തിൽ അവിടെ ഹൈക്കോടതിക്ക് മറുപടിയില്ലാതായി. പണം ലഭിക്കാൻ ഹർജിക്കാരന് നിയമപരമായ വഴികൾ തേടാമെന്ന് ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും MP സ്നേഹലതയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 4 വ്യക്തമാക്കിയിരിക്കുകയാണ്. സൂപ്പർ ഹിറ്റായ സിനിമകളുടെ ക്ലൈമാക്സ് പോലും തോറ്റുപോകുന്ന രംഗങ്ങൾ ആ കോടതിയിൽ അരങ്ങേറിയപ്പോൾ ഒറ്റപ്പെട്ടു പോയി തനിക്ക് കൂട്ടായി വന്നവളാൽ ചതിക്കപ്പെട്ടുവെന്ന ചങ്ക് തകരുന്ന വേദനയിലായിരുന്നു ജീൻ സിംഗ് എന്ന ആ മനുഷ്യൻ.